ഹലോ, ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഒരു ഫ്രൂട്ട് പിക്കിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇത് ലണ്ടനടുത്തുള്ള കാൻറ്റർബറി ആണ് കേട്ടോ. UK സമ്മർ വന്നാൽ ഏറ്റവും ഫണ്ണായ ഒരു ആക്ടിവിറ്റി എന്തെന്നാൽ ഈ ഫ്രൂട്ട് പിക്കിംഗ് തന്നെയാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്നതിന് പകരം സ്വന്തം കൈകൊണ്ട് ഫ്രഷ് ഫ്രൂട്ട് പറിച്ചെടുക്കുന്ന ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. ഇവിടുത്തെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും ആ ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ ശരിക്കും ഒരു റിലാക്സിങ് വൈബാണ്. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ പെർഫെക്റ്റ് പ്ലേസ് ആണിത്. ആദ്യം ഞങ്ങൾ പോയത് ആപ്പിൾ സെക്ഷനിലോട്ടാണ്. മരങ്ങളിൽ നിറയെ ആപ്പിൾസ് നിറഞ്ഞു നിൽപ്പുണ്ട്. റെഡ് കളറിലെയും ഗ്രീൻ കളർ മിക്സ് ആയിട്ടുള്ളതും അങ്ങനെ കുറേ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ നിന്ന് നമുക്കൊരു ബാസ്ക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ ബാസ്ക്കറ്റിൽ നമുക്ക് നിറയെ ആപ്പിൾസ് എത്ര വേണമെങ്കിലും എടുക്കാം. ഫ്രഷായിട്ട് പറിച്ച ഫ്രൂട്ട്സ് ടേസ്റ്റ് ചെയ്തപ്പം സൂപ്പർ ജ്യൂസി. ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പ്ലം ഫ്രൂട്ട് പിക്കിംഗ് ആയിരുന്നു ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്. നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ നമ്മുടെ കൈ കൊണ്ട് ഞെങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടത്തിന് അവിടെ വെച്ച് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പല ഫ്രൂട്ട് പിക്കിംഗ് പ്ലേസസിലും എൻട്രി ഫീ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് തന്നെ എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന ബാസ്ക്കറ്റിനനുസരിച്ച് നമ്മൾ പേ ചെയ്യണം. ഞങ്ങൾ ഏറ്റവും ഇൻട്രസ്റ്റോടു കൂടി പോയത് സ്ട്രോബെറി പിക്കിങ്ങിനാണ്. ബട്ട് സാഡ്ലി സ്ട്രോബെറി സീസൺ ഓൾമോസ്റ്റ് ഓവറായിരുന്നു. ഞങ്ങൾ പോയപ്പോഴേക്കും മോസ്റ്റ്ലി എല്ലാം പിക്ക് ചെയ്തിരുന്നു. എന്നിരുന്നാലും കുറച്ച് സ്ട്രോബെറീസൊക്കെ ഞങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റി കേട്ടോ. നമുക്ക് കിട്ടിയ സ്ട്രോബെറീസൊക്കെ നല്ല സ്വീറ്റ് ആയിരുന്നു. വളരെ ചെറുതായിരുന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്കവിടെ കുറേ ഫാമിലീസിനെ കാണാൻ പറ്റി. കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി നടക്കും, ഫ്രൂട്ട്സ് പിക്ക് ചെയ്യും, പേരൻസ് അവിടെ നിന്ന് റിലാക്സ് ചെയ്യും. ചിലർ പിക്നിക്ക് പോലെ ബ്ലാങ്കറ്റൊക്കെ വെച്ചിരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. റിയലി പീസ്ഫുൾ ആൻഡ് ഹാപ്പി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ഫ്രൂട്ട് പിക്കിംഗ് മാത്രമല്ല കേട്ടോ, ഒരു സ്മോൾ എസ്കേപ്പ് ഫ്രം ബിസി ലൈഫ്. നേച്ചറിൽ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഫാമിലിയും ഫ്രണ്ട്സും ഒപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് പ്ലേസ് ആണ്. ഇഫ് യു ആർ ഇൻ ദി UK, എസ്പെഷ്യലി നിയർ കാൻറ്റർബറി, ഇത് മിസ് ചെയ്യരുത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സീസൺ മിസ് ചെയ്യാതെ വരാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ലാസ്റ്റ് മിനിറ്റ് ചെറിയ സ്ട്രോബെറീസും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.